സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്നോറ ഓൺ ഫോക്കസ്, നേരിനൊപ്പം നന്മയോടൊപ്പം. You lift me up high, you spread my wings and fly me to the sky. I feel so alive, it's like my soul thrives in your light. But how I wish you'd be here with me all year around. Ramadan, ليتك دوما قريب. Love is everywhere, so much peace fills up the air. Ramadan, month of the Quran, I feel it inside me, strengthening my iman. But how I wish you'd be here with me all year around. Ramadan, കാരുണ്യത്തിന്റെ റമദാൻ, സ്നേഹ സഹോദര്യത്തിന്റെ റമദാൻ, പുണ്യങ്ങളുടെ റമദാൻ, മതേതര ഭാവങ്ങളുടെ റമദാൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ 1000 റമദാൻ ആശംസകൾ. ലോകത്ത് ഇന്ന് വരെ പിറന്നു വീണവരിൽ ഏറ്റവും പ്രമുഖനായി പാശ്ചാത്യ ലോകം പോലും അംഗീകരിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ മതപണ്ഡിതർ നമ്മോട് സംസാരിക്കുന്നു. മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ. അൽമദീന പ്രസൻസ് കവർ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നോവ് തിന്നുന്ന മനുഷ്യരോട് അനുദപിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വികാരമാണ് സ്നേഹം. സ്വാർത്ഥപരതയുടെ ലോപമോഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഭാഷ്യയും അധ്യായങ്ങളും ചരിത്രങ്ങളുമാണ് പ്രവാചകന്മാർ നമ്മുടെ മുമ്പാകെ വിട്ടേച്ചു പോയത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി ലോകത്തിന് നൽകിയ മഹത്തായ ദർശനങ്ങളെക്കുറിച്ച്, ജീവിതചര്യയെക്കുറിച്ചും പറയാതിരിക്കുവാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രവാചകന്റെ ദർശനങ്ങളിലൂടെ അഞ്ചുനേരം നമസ്കരിച്ചോ മുസൽമാനേ, റമദാനിൽ നോമ്പു നോറ്റോ മുസൽമാനേ. അഞ്ചുനേരം നമസ്കരിച്ചോ മുസൽമാനേ, റമദാനിൽ നോമ്പു നോറ്റോ മുസൽമാനേ. കഴിവുള്ള സക്കാത്തു കൊടുത്തോ മുസൽമാനേ, കനിവീറും നന്മകൾ ചെയ്തോ മുസൽമാനേ. അഞ്ചുനേരം നമസ്കരിച്ചോ മുസൽമാനേ, റമദാനിൽ നോമ്പു നോറ്റോ മുസൽമാനേ. എല്ലാം കാണുന്നവനല്ല, എല്ലാം അറിയുന്നവനല്ല, എല്ലാം കാണുന്നവനല്ല, എല്ലാം അറിയുന്നവനല്ല, ഏകനാമാരാധ്യനല്ല, ഏകനാമാരാധ്യനല്ല. പ്രവാചകൻ ദൈവമായിരുന്നില്ല, ദൈവത്തിലേക്കുള്ള ഒരു വഴികാട്ടി മാത്രമായിരുന്നു.
ഇന്നോളമുള്ള പ്രവാചക മനസ്സുകളെ ഒന്നിപ്പിക്കുകയും ദൈവം പലപ്പോഴായി അറിയിച്ചു തന്ന സത്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും മാത്രമാണ് തൻ്റെ ദൗത്യമെന്നും പ്രവാചകൻ നമ്മെ അറിയിക്കുകയുണ്ടായി. അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന പ്രവാചകൻ മുഹമ്മദിനെ തന്നെ ഈ ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തതും മനഃപൂർവ്വം തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിയാണെന്ന് കാലം പറയാതിരിക്കുവാനും ഇസ്ലാം സാധാരണക്കാരൻ്റെ മതമാണെന്ന് സ്ഥാപിക്കുവാനും ദൈവം തിരഞ്ഞെടുത്ത വഴികളിൽ ഒന്ന് മാത്രമായിരുന്നു ഇത്. അന്ധതയിലും അക്രമങ്ങളിലും മാത്രം അഭിനമിച്ചിരുന്ന അറബ് സമൂഹത്തെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹമാക്കി മാറ്റുവാൻ നിരന്തരം പോരാടിയ ചരിത്രമാണ് പ്രവാചകൻ്റേത്. ഈ വിശുദ്ധ റമദാനിൽ നാം ചർച്ച ചെയ്യുന്നതും ആ പ്രവാചകനെക്കുറിച്ച് തന്നെയാണ്. പ്രമുഖ ചിന്തകരും എഴുത്തുകാരും പ്രബോധകരുമെല്ലാം തന്നെ പ്രവാചകനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കാണുക. കരുണാവാൻ നബി മുത്തുരത്നമോ? ആ ചോദ്യം ചോദിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിന്റെ നവോത്ഥാനത്തിൽ, ഭാരതത്തിന്റെ നവോത്ഥാനത്തിൽ പങ്കുവഹിച്ച ശ്രീനാരായണൻ. കരുണാവാൻ നബി മുത്തുരത്നമോ? പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മുന്തി നിൽക്കുന്ന ഗുണം കാരുണ്യമെന്ന് ശ്രീനാരായണ ഗുരു അടിവരയിട്ട് വിശേഷിപ്പിച്ചുവെങ്കിൽ, അതിമനോഹരമായ ശാലീനമായ വരികളെ കൊണ്ട് വിശേഷിപ്പിച്ചുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ നബിക്ക് നൽകിയ നാമധേയവും അതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വജനതകൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. സകല ജനതകൾക്കും സർവ്വലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുതൽ അബ്ദുസമദ് സമദാനി വരെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പ്രവാചകൻ മുഹമ്മദിനെ അനുസ്മരിക്കുകയാണിവിടെ. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഒറ്റ മുസ്ലിം പോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പറ്റി ചെറുപ്പകാലത്തിൽ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സംഭവം. എന്നാൽ ഞാൻ +2 പഠിക്കുന്ന കാലത്ത് ആദ്യമായി പരിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി വായിക്കുവാനായി എന്റെ ഒരു സുഹൃത്ത് എന്റെ കയ്യിൽ തന്നു. അത് വായിച്ചപ്പോഴാണ് ഈ അത്ഭുതകരമായ ലോകത്തിന്റെ വെളിച്ചത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അർണോൾഡ് ജെ ടോയിൻബി പറയുന്നു, പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി അറബി നാട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് ആ ദേശത്ത് നിന്ന് ഒരു മഹാനായ ഒരു വ്യക്തിയുടെ പേരോ ഒരു സംസ്കാര സമ്പന്നമായ ജനതയുടെ ചരിത്രമോ ലോകം കേട്ടിട്ടില്ല. മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ എന്ന് മാത്രമേ ലോകത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഒരു സംസ്കാരം ഉയർന്നു വരാൻ സാധ്യതയുള്ള സസ്യലതാദികൾ ഇടതൂർന്നു പറഞ്ഞ നദീതടങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര വലിയൊരു വെളിച്ചം ലോകത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് അർണോൾഡ് ജെ ടോയിൻബി അത്ഭുതം കൂറുകയാണ്. ഈ വെളിച്ചം അന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ലോക ചരിത്രം വളരെ അന്ധകാരമയമാകുമായിരുന്നു എന്ന് അർണോൾഡ് ജെ ടോയിൻബി കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് പരിശുദ്ധ പ്രവാചകന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ പ്രവാചകന്റെ ആർന്ന മഹത്തായ പ്രകാശം അറബ് ദേശത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ദ മോഡേൺ സിവിലൈസേഷൻ ഇറ്റ്സെൽഫ് വുഡ് ഹാവ് ബീൻ ഇംപോസിബിൾ എന്നാണ്. അപ്പൊ ആധുനിക സംസ്കാരത്തിന്റെ അടിത്തറ ലോകത്തിന് കൊടുത്തത് ഈ പ്രവാചകന്റെ വലിയ സംഭാവനകളിൽ ഒന്ന് എന്ന് ആദ്യമായി അവർ എടുത്തു പറയുകയാണ്. നമ്മൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നൊക്കെ പറയുമെങ്കിലും വിദ്യ ധനത്തിന് പകരമാണ് എന്ന് ആദ്യമായി നിയമം ഉണ്ടാക്കിയത് പ്രവാചകനാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ലോകത്ത് എവിടെയൊക്കെ അറിവുണ്ടോ അതെല്ലാം സമാഹരിക്കണം എന്ന് അവർ പറഞ്ഞു. 1948 മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ആകാശം അങ്ങോട്ട് പൊട്ടി വീണതാണെന്ന് പറഞ്ഞിട്ടാണ് പലരും പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. വാസ്തവത്തിൽ ഈ മാനവികത, വിശ്വമാനവികത എന്ന് പറയുന്ന എ യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഓഫ് ബ്രദർഹുഡ് ഓർ എ യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഓഫ് വൺനെസ്, ഇത് ഇസ്ലാം ലോകത്തിന് കൊടുത്ത വലിയ സംഭാവനകളിൽ ഒന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു ശവം കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു, ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. പ്രവാചകൻ എഴുന്നേറ്റ് ആ ഡെഡ് ബോഡിയെ വിഷ് ചെയ്തു, വണങ്ങി അതിനെ വിഷ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടുള്ള ആളുകൾക്ക് മനസ്സിലായില്ല. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ യഹൂദന്റെ ശരീരം പോയപ്പോൾ വിഷ് ചെയ്ത്?
അയാളൊരു യഹൂദനല്ലേ, അയാൾ മുസ്ലിം അല്ലല്ലോ. പ്രവാചകൻ അവരോട് പറഞ്ഞു, അതൊരു യഹൂദന്റെ ശവശരീരമല്ല, അതൊരു മനുഷ്യന്റെ ശവശരീരമാണ്. അതിന് ബഹുമാനം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി പോകുന്ന ഒരു സ്ഥലത്തൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിൽ വന്നാൽ ഉടനെ ജീപ്പ് നിർത്തി ഇറങ്ങും. ഡെഡ് ബോഡി അടുത്ത് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൊപ്പി ഊരി സല്യൂട്ട് ചെയ്യും. എവിടുന്ന് കിട്ടി ഡെഡ് ബോഡി സല്യൂട്ട് ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ്? ഡെഡ് ബോഡി സല്യൂട്ട് ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് കിട്ടിയത് ഇസ്ലാമിൽ നിന്നാണ്. പ്രോഫറ്റ് മുഹമ്മദ് ആദ്യമായി യഹൂദന്റെ ഡെഡ് ബോഡിയെ സല്യൂട്ട് ചെയ്തപ്പോഴാണ് ഡെഡ് ബോഡി റിക്വയർസ് റെസ്പെക്ട്, അത് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ലോകത്തിന് മനസ്സിലായത്. മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നിരവധി തവണ അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുകയാണ്. മാനവികത എന്ന് പറയുന്ന എല്ലാവർക്കും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ജീവിക്കാനും അവകാശമുണ്ടെന്ന്, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നുമുള്ള ആ വലിയ കൺസെപ്റ്റ് പ്രവാചകന്റെ നാവിൽ നിന്ന് ഉത്ഭവിച്ച അത്ഭുതകരമായ സങ്കല്പമാണ്. പ്രവാചകന്റെ ജീവിതകഥ വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മോസ്കിനകത്തിരുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സും പ്രവാചകനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രാർത്ഥിക്കാനായി വാങ്ങി വിളിച്ചു. ഉടനെ ക്രിസ്ത്യാനികൾ അപ്പോളജൈസ് ചെയ്തു, ക്ഷമിക്കണം, ഞങ്ങൾ ഉടനെ പോവുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, ഞാൻ മക്കയിൽ നോക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്, നിങ്ങളുടെ സൈഡിലോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാളാൻ പറഞ്ഞു. ഇതേ സ്ഥലത്തുനിന്ന് പ്രാർത്ഥിച്ചാളാൻ പറഞ്ഞു. മോസ്കിനകത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യാനികളെ അനുവദിച്ച ശേഷം ഒരേ സ്ഥലത്തിരുന്ന് പ്രവാചകനും ക്രിസ്ത്യൻ ലീഡേഴ്സും പ്രാർത്ഥിച്ചു എന്ന് ജീവിതത്തിൽ വായിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാരണം ഒരു പ്രാർത്ഥനാ സ്ഥലം അള്ളാഹു ലോകത്തിന് കൊടുത്ത സ്ഥലമാണ്. അത് മുസ്ലിങ്ങൾക്ക് സ്വന്തം വകയായിട്ടുള്ളതൊന്നുമല്ല. നിങ്ങളും പ്രാർത്ഥിച്ചോ, ഞങ്ങളും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു പാഠം അദ്ദേഹം ലോകത്തിന് പഠിപ്പിക്കുകയാണ്, വിശ്വമാനവികതയുടെ പാഠം. ആ വിശ്വമാനവികതയുടെ പാഠം വലിയ രീതിയിൽ ഇസ്ലാം ലോകത്ത് പ്രാക്ടീസ് ചെയ്തു. രാഷ്ട്രത്തിന്റെ സ്ഥാപകനും നായകനുമായ പ്രവാചകനെ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയുവാൻ പോലും സാധിച്ചിരുന്നില്ല. ഇരിക്കുവാൻ സിംഹാസനമോ, ധരിക്കുവാൻ കിരീടമോ, താമസിക്കുവാൻ കൊട്ടാരമോ, കൂടെ നടക്കുവാൻ അംഗരക്ഷകരോ ഇല്ലാതിരുന്ന പ്രവാചകൻ ഏതൊരു സമൂഹത്തിനും മഹനീയ മാതൃക തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകത്വം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? 40-ാം വയസ്സിൽ അല്ലാഹു മുഹമ്മദ് എന്ന വ്യക്തിയെ പ്രവാചകനായി തിരഞ്ഞെടുക്കുമ്പോൾ മുഹമ്മദ് ധനികനായിരുന്നു, സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു. പ്രവാചകനായ ശേഷം പ്രബോധനത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് എടുത്തു ചാടേണ്ടി വന്നു. നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നു. മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു. പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാന നാളുകളിൽ അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപന എന്ന നിലയിൽ നിൽക്കുമ്പോഴും പ്രവാചകൻ എളിയ ജീവിതമല്ലേ നയിച്ചത്? പിന്നിയ തന്റെ വസ്ത്രങ്ങളും തുന്നൽ വിട്ട തന്റെ ചെരുപ്പും സ്വയം തുന്നി, ആടിനെ കറന്നു, വീടിന്റെ നിലം തൂത്തു, അടുപ്പിലെത്തി കത്തിച്ചു. ഭക്ഷണം പലപ്പോഴും ഈന്തപ്പഴവും വെള്ളവുമായിരുന്നു. വസ്ത്രവും അതുപോലെ തന്നെ കീറിയ വസ്ത്രങ്ങളും, കിടക്ക പനയോലയും തലയിണ കൈകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൊന്നുമകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ മാവരച്ച് പൊള്ള വീണിരുന്നു. വെള്ളം ചുമന്ന് തോളിൽ പാട് വീണിരുന്നു. വസ്ത്രം മുഷിഞ്ഞിരുന്നു. ഒരു വൃദ്ധിയെ തരണമെന്ന ന്യായമായ അവരുടെ ആവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരസിക്കുകയാണ് ഉണ്ടായത്. അന്ത്യശ്വാസം വലിക്കുമ്പോൾ പ്രവാചകൻ ധരിച്ചിരുന്ന വസ്ത്രം കീറിയതും പിന്നിയതുമായിരുന്നു. ആകെയുണ്ടായിരുന്നത് കുറച്ച് നാണയത്തുട്ടുകൾ. അതിലൊരു ഭാഗം കടം വീട്ടുവാനും മറ്റേത് ചോദിച്ച് വന്നൊരു വ്യക്തിക്കും നൽകി. ഈ ലോകത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ ലോകം പ്രവാചകന്റെ കാൽ കീഴിലും ഒരു ദിനാറ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അക്കൗണ്ടിലും ഇല്ലായിരുന്നു. അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഇത്രയേറെ വിമർശിക്കപ്പെട്ട മറ്റൊരു മഹാനും ലോക ചരിത്രത്തിലുണ്ടാവില്ല. എന്തുകൊണ്ട് പ്രവാചകൻ വിമർശിക്കപ്പെടുന്നു? അടുത്ത അധ്യായത്തിൽ നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളതും ഇതേ വിഷയം തന്നെയാണ്. മറക്കാതെ കാണുക ഡയസ്പോറ ഓൺ ഫോക്കസ് എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ ഇന്റർനെറ്റിൽ. ലോകമെങ്ങുള്ള വിശ്വാസി സമൂഹത്തിന് റമദാൻ ആശംസയുമായി കടന്നു വരുന്നു മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. കാണുക. Ramadan Kareem. Ramadan is the month in which Muslims believe the Quran was revealed to the Prophet Muhammad.
beginning with a simple word, Iqra. It is therefore a time when Muslims reflect upon the wisdom and guidance that comes with faith, and the responsibility that human beings have to one another and to God. Like many people of different faiths who've seen Ramadan through our communities and families, I know this to be a festive time, a time when families gather and meals are shared. But I also know that Ramadan is a time of intense devotion and reflection, a time when Muslims fast during the day and perform Taraweeh prayers at night, reciting and listening to the entire Quran over the course of the month. These rituals remind us of the principles that we hold in common and Islam's role in advancing justice, progress, tolerance, and the dignity of all human beings. For instance, fasting is a concept shared by many faiths, including my own Christian faith, as a way to bring people closer to God and to those among us who cannot take their next meal for granted. And the support that Muslims provide to others recalls our responsibility to advance opportunity and prosperity for people everywhere. For all of us must remember that the world we want to build and the changes that we want to make must begin in our own hearts and our own communities. ന്യൂസ് ഓഫ് മക്ക പ്രസൻസ് ഗ്ലോബൽ റമദാൻ 100 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യ മുതൽ ആഫ്രിക്ക വരെ 150 കോടിയോളം വരുന്ന ഇസ്ലാമിക സമൂഹം. ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അവർ എങ്ങനെയാണ് റമദാൻ ആശംസകൾ പങ്കുവെക്കുന്നത് കാണുക. I'm from the US and I just wanted to say Ramadan Mubarak. Ramadan Kareem. Ramadan Kareem from Jordan. From Kurdistan, Iraq. Ramadan Kareem. Ramadan Kareem from Greece. Ramadan Kareem from Malaysia. Ramadan Kareem. Ramadan Kareem from Egypt. Happy Ramadan from Qatar. Ramadan Kareem from Spain. Ramadan Kareem from Afghanistan. Ramadan Kareem. Ramadan Kareem from Slovenia. Ramadan Kareem. Ramadan Kareem from Brazil. Ramadan Kareem from Australia. From Paris, Ramadan Kareem. Ramadan Kareem from Paraguay. Ramadan Kareem From Austin, Texas. Ramadan Kareem from Bahrain. Ramadan Kareem from China. Ramadan Kareem from Gaza. Ramadan Kareem from Iran. Ramadan Kareem from Ramadan Kareem from Sierra Leone. Ramadan Kareem from Khobar, Saudi Arabia. Ramadan Kareem from Maldives. Ramadan Kareem from Mexico. Ramadan Kareem from Denmark. Ramadan Mubarak from California. Ramadan Kareem from Edinburgh, Scotland. From Switzerland, Ramadan Kareem. Ramadan Kareem from Japan. Ramadan Kareem from the Netherlands. Ramadan Kareem from Colombia. Ramadan Kareem من أرمينيا. Ramadan Kareem from Germany. Turkey, Ramadan Kareem. Ramadan Kareem from Bali. Ramadan Kareem من مكة. Ramadan Kareem from Beirut, Lebanon. പീസ് TV പ്രസൻസ് കിഡ്സ് ടാക്ക്. ഇസ്ലാമിന്റെ മാനവികതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് മറ്റാരുമല്ല, ഈ ചെറിയ കുട്ടികൾ തന്നെയാണ്. Little baby, pure and small, He created you, He created inside. Hush, little baby, don't you feel you're never alone? Alhamdulillah. Wassalatu wassalam ala Rasulullah wal ali wassabi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhallazina amanu qu anfusakum wa ahlikum naran. Rabbi shrah sadri wassir li amri wahlul uqdatam min lisani yafqahu qawli.
my respected elders, and my dear brothers and sisters, I welcome all of you with Islamic greetings. Assalamu alaikum rahmatullahi wa barakatuhu. The peace, mercy, and blessings of Allah subhanahu wa ta'ala be upon all of you. The topic of my talk is how to save our iman. Brothers and sisters, today, before I continue, we know how important it is to save our iman. Iman is the most valuable thing in this world and in the Akhirah. In this world, Iman saves us from the evils of the societies and your own nafs. What about the Akhirah? In Akhirah, Allah is not going to check how much money you have. Allah is not going to ask you how much children you have. Allah is not going to ask you that. Allah is not going to check your degree, your diploma, whether you're a doctor, be a holder, MA, or PhD. No, He is not going to ask you anything of this. But what? Allah is going to ask you is about your iman. The Prophet ﷺ said, La tadkhulul al-jannah. None of us can enter paradise hatta tu'minu, until you have iman. The topic is how to save our iman. And then the Prophet continued, وَلَا تُؤْمِنُوا حَتَّى تَحَبُّوا. You will not have iman until you love one another. Now, how do you love one another? Do you love one another? If each are brothers, if each are sisters, the Prophet ﷺ is asking the Sahaba, shall not tell of that which will strengthen your love between yourself. The Prophet ﷺ is asking us, do you want to know how can you strengthen your love among yourself? The Prophet ﷺ said, Afshush salama bainakum. Spread the word of peace, the greeting of Islam. Every day you see and the Muslim say Assalamu alaikum. It increases your iman by going on saying these good works. Allah will strengthen your love among yourself. While you have the love to save your iman. One of the other ways to save our iman is by pondering over the meanings of the Quran, which Allah has revealed to explain everything, and as the light to guide the humankind. There is no doubt that it contains a most powerful and effective cure
Sings from knowledge to knowledge that leads one to fear Allah and increases one's faith in Him. It's also of the ways to save Ariman. From that ways is doing a lot of righteous deeds and filling one's time with them. It is a part of mercy and wisdom of Allah that He has given us a variety of acts of worship to do, some of which are physical, such as Salah, the Fard, Nawafil, Sunnah, Tahajjud, some financial, such as Zakah. Some combine both physical and financial aspects, such as Umrah and Hajj. Some are spoken, such as Zikr or Dua. All these good deeds would increase our iman and save it from destruction. Giving a smile to the one whom you meet increases your iman. Look at your parents, your teachers, your friends. Every morning, smile at them, because smile is a sadaqah. Inshallah, you'll get all the blessings of Allah. With this, I would like to end my talk by quoting the verse of glorious Quran, which I recited in the beginning of my talk from Surah At-Tahrim, chapter number 66, verse 6. Ya ayyuhallazina amanu qu anfusakum wa ahlikum naran. Oh, you believe, save your soul and your family from the hellfire. Waqid dawana, alhamdulillah rabbil alamin. അഥവാ അൽ ഷുഗ പ്രസൻസ് നമ്മളറിയാതെ പോകുന്നവർ. ജീവകാരുണ്യം. ഈ കുടുംബത്തെ സഹായിക്കുക നമുക്ക് ബാധ്യതയില്ലേ? കാണുക. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയെപ്പറ്റി നാഴികക്ക് 40 വട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റുകളിടുന്ന സുഹൃത്തെ, ഉപ്പള ബായാറിലെ ഈ കാഴ്ച നിങ്ങളൊന്ന് കാണുക. തള്ളിയാൽ പൊളിഞ്ഞു വീഴുന്ന വാതിൽ, പഴകി ദ്രവിച്ച് അകം കാണാവുന്ന ജനാല, ഒന്ന് നിലവിളിച്ചാൽ ഓടിയെത്താൻ ഒരൊറ്റ മനുഷ്യജീവി പോലുമില്ലാത്ത മലഞ്ചെരുവിൽ പാർക്കുന്നത് 21 19 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. അവർക്ക് കൂട്ടിന് പുറം ലോകം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഉമ്മയും 80 കഴിഞ്ഞ വല്യമ്മയും മാത്രം. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ചെയ്യുന്ന തിരക്കിനിടയിൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ കരണലിയിപ്പിക്കുന്ന, അതിനേക്കാളേറെ പേടിപ്പെടുത്തുന്ന ഈ ജീവിതാവസ്ഥ കണ്ടു നിൽക്കാൻ? ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇന്റീരിയറിന് മോടുകൂട്ടുന്നവർ കണ്ണു തുറന്നു കാണണം 4 പെൺജന്മങ്ങൾ ജീവിക്കുന്ന ഈ കൊച്ചുകൂരയുടെ നൊമ്പരങ്ങൾ. മഴക്കാലം ആസ്വദിക്കാൻ ടൂറുകൾ പ്ലാൻ ചെയ്യുന്ന ന്യൂ ജനറേഷൻ കേൾക്കണം വീടിനകത്തുകൂടി മഴ പെയ്യുന്നതിന്റെ സങ്കടം പറച്ചിൽ. സഹതാപം കൊണ്ട് ഒരു കഥ മെനഞ്ഞെടുക്കുകയല്ല കൂട്ടുകാരാ, ഈ കാഴ്ച നിങ്ങളുടെ ഹൃദയത്തെ തകർത്തു കളയുമെന്ന് തീർച്ചയാണ്. കയറി ചെല്ലുമ്പോഴേക്കും വീർപ്പുമുട്ടിക്കുന്ന പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയ 4 ചുമരുകളെയാണ് ഇവർ വീട് എന്ന് വിളിക്കുന്നത്. മേൽക്കൂരയിലേക്ക് നോക്കുമ്പോൾ ഓടിനിടയിലൂടെ ആകാശം തെളിഞ്ഞു കാണുന്നതാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. തൊട്ടപ്പുറത്ത് വീട്ടുസാധനങ്ങളെല്ലാം തറയിൽ നിരത്തിവെച്ചിരിക്കുന്ന അടുക്കള, കുനിഞ്ഞു മാത്രം പോകാവുന്ന അതിനു മുകളിൽ ഓല കൊണ്ടുള്ള സീലിംഗ്, അടുപ്പ് നാളിക്കത്തിയാൽ കത്തിയമരുമെന്ന് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം. എന്നാൽ ഒട്ടും പേടിക്കേണ്ടതില്ല സുഹൃത്തെ, ഞങ്ങൾ പോയ ദിവസം അടുപ്പിൽ തീ പുകഞ്ഞതിന്റെ ചെറിയൊരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. യാ അല്ലാഹ്, മിക്ക ദിവസങ്ങളിലും ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. 16 വർഷങ്ങൾ കഴിയുന്നു ആസിമ എന്ന വൃദ്ധമാതാവിന് ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ട്. അതിനും 4 വർഷങ്ങൾക്ക് മുമ്പ് മകളായ ബി ഫാത്തിമയ്ക്കും ആൺതുണയില്ലാതായി. കർണാടക സ്വദേശിയായ പള്ളിക്കുഞ്ഞി ജോലി കഴിഞ്ഞ് വന്ന് കിടന്നതാണ്. ആ ഉറക്കിൽ നിന്ന്
പിന്നീട് ഒരിക്കലും അയാൾ എഴുന്നേറ്റതേയില്ല. 3 വർഷം മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ പറക്കമുറ്റാത്ത പെൺമക്കളെ അനാഥകളാക്കി അയാൾ പ്രാരാബ്ദങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്ര പോയി. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ, വിവാഹത്തെപ്പറ്റി നിറമുള്ള സ്വപ്നങ്ങളൊന്നുമില്ലാത്ത, നാളുകളെപ്പറ്റി പ്രതീക്ഷകളില്ലാത്ത അവർ 2 പേർ, സെറീനയും ജമീലയും, ദുഃഖങ്ങൾ അനുഭവിച്ചു തീർക്കാനായി ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. ദുരവസ്ഥയുടെ ഈ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല. ചൊർന്നലിക്കുന്ന ഈ കൂരയ്ക്ക് തന്നെ 30 വർഷങ്ങൾ കഴിഞ്ഞെന്നും 4 സ്ത്രീജന്മങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു കക്കൂസ് ഇവിടെയില്ലെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾക്കായി കുന്നിൻ ചെരുവിനെ ആശ്രയിക്കേണ്ട ഗതികേടിനെ ഏത് ഭാഷ കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരേണ്ടത്? മേൽക്കൂരയില്ലാത്ത പേരിന് മാത്രമുള്ള ഈ മറ പകൽ വെളിച്ചത്തിലും നിങ്ങളെ ഭയപ്പെടുത്തും. ഇതാണ് കൂട്ടുകാരാ ഇവരുടെ കുളിമുറി. നമ്മുടെ വീടിലും കുടുംബത്തിലുമില്ലേ 19ഉം 20ഉം വയസ്സിലുമുള്ള പെൺകുട്ടികൾ? അവർക്ക് ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? സ്വന്തമായി കിണറില്ലാത്ത ഇവർ ഇടിഞ്ഞു വീഴാറായ വഴിയിലൂടെ വെള്ളം കൊണ്ടുവരുന്ന രംഗം ഏത് മനുഷ്യനെയാണ് കരയിക്കാത്തത്? ആരോഗ്യമുള്ളവർ പോലും ക്ഷീണിച്ചു പോകുന്ന ദുർഘടമായ വഴിയിലൂടെ വേണം മഴയോടൊപ്പം സങ്കടങ്ങളും കോരിച്ചെരിയുന്ന ബായാറിലെ ഈ വീട്ടിലേക്കെത്താൻ. ഇതിലൂടെയാണ് ആസിമ്മ പുറം ലോകത്തേക്ക് നടന്നു പോകുന്നത്. സെറീനയും ജമീലയും പഠനം അവസാനിച്ചതിനു ശേഷം ഒരിക്കൽ പോലും വീടിന് പുറത്തേക്കുള്ള വഴികൾ കണ്ടിട്ടില്ല. ഇവരെ തനിച്ചാക്കി ഉമ്മയായ ബി ഫാത്തിമ ഇവിടേക്കും പോകാറുമില്ല. അല്ലെങ്കിലും പോകാനായി ഇവർക്ക് ഇടങ്ങളൊന്നുമില്ലല്ലോ. വിരുന്നു സൽക്കാരത്തിന്റെ ക്ഷണപത്രവുമായി, വിവാഹാഘോഷത്തിന്റെ കുറിമാനവുമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒരാൾ പോലും ഇവരന്വേഷിച്ചു വന്നിട്ടില്ല. ഒരു ചടങ്ങിലും ഇവർ പങ്കെടുത്തിട്ടില്ല. ഒരു പുതുവസ്ത്രവും എടുത്തണിഞ്ഞിട്ടില്ല. 20 വർഷങ്ങളായി ബി ഫാത്തിമ ബീഡി തെറുക്കുന്നത് കൊണ്ട് മാത്രമാണ് 4 മനുഷ്യർ ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നത്. തുച്ഛവരുമാനമെന്ന് ആലങ്കാരികമായി പറയുകയല്ല. ആഴ്ചയിൽ കിട്ടുന്ന ശമ്പളം 150-200 രൂപയാണ്. പിന്നെ ആസിമ്മയുടെ വാർദ്ധക്യകാല പെൻഷനും. അതിൽ വീട്ടുസാധനങ്ങൾ, കറണ്ട് ബില്ല്, മരുന്ന്. ഇങ്ങനെ കണക്ക് കൂട്ടിയാലാണ് ഈ അക്കങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക? ചെലവിന് തികയാത്തതിനാൽ 78ാമത്തെ വയസ്സിൽ ബീഡി തെറുക്കാൻ പഠിച്ച ആസിമ്മയുടെ നൊമ്പരങ്ങളെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? മെയ് മാസത്തിൽ കാലം തെറ്റി വന്ന കാറ്റിൽ ഈ കൂര പകുതിയും തകർന്നു പോയിരുന്നു. ഇത് കണ്ടറിഞ്ഞ് ഏതോ സുമനസ്സുകൾ ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ചോട് മാറ്റിയിട്ട് കൊടുത്തതാണ്. എന്നിട്ടും മേൽക്കൂരയിൽ പുതിയ വിടവുകളുണ്ടാക്കി മഴ പിന്നെയും ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ ഞെട്ടിക്കുന്ന കൊട്ടാരങ്ങൾ പണിത് വീട്ടിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ച വലിയ ഗേറ്റുകളുടെ സുരക്ഷിതത്വത്തിൽ കഴിയുമ്പോൾ ഒന്നോർക്കണം, വാതിൽ പോലും പൊളിഞ്ഞുപോയ ബായാറിലെ ഈ കൊച്ചുകൂരയെപ്പറ്റി, അതിനുള്ളിൽ പെൺമക്കളെക്കുറിച്ചോർത്തുറങ്ങാത്ത ഒരുമ്മയുടെ സങ്കടങ്ങളെപ്പറ്റി. കൈനീട്ടി മുമ്പിലെത്തുന്നവരിലേക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുക്കുമ്പോൾ നിങ്ങൾ ഇവരെ കണ്ടെന്ന് വരില്ല. പക്ഷേ കാരുണ്യത്തിന്റെ ഒരു വിളിക്കായി കാതോർത്ത് സെറീനയും ജമീലയും ബി ഫാത്തിമയും ആസിമ്മയും നമുക്കിടയിൽ തന്നെയുണ്ട്. പരിശുദ്ധമായി റമദാൻ മാസത്തിൽ തന്നെ അവതീർണമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലെ വിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ നിഷ്കളങ്കരായുള്ള കുഞ്ഞുങ്ങളിലൂടെ തന്നെ പകർന്നു നൽകുമ്പോൾ, അവരിലൂടെ കേൾക്കുമ്പോൾ, അവരിലൂടെ തൊട്ടറിയുമ്പോൾ എത്രത്തോളം മനോഹരമായിരിക്കും. കാണുക. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه وأسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون ما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ما شاء الله. سالم, من ربك؟ الله. أين الله؟ في السماء. من نبيك؟ محمد صلى الله عليه وسلم. ما دينك؟ الإسلام. كم أركان الإسلام؟ 5. كم أركان الإيمان؟ 6. ما هو الكتاب الذي نزل على محمد صلى الله عليه وسلم؟ القرآن. ما هو أول سورة؟ الفاتحة. ما هو آخر سورة؟ الناس. متى نزل القرآن؟ في رمضان. ما هو كلمة الشهادة؟ أشهد أن لا إله إلا الله أشهد أن محمد رسول الله. ما هو كلمة التوحيد؟ لا إله إلا الله. كم مرة نصلي في اليوم؟ 5 مرات. ما هو الدعاء الخروج من المنزل؟ بسم الله توكلت على الله
لا حول ولا قوة إلا بالله بسم الله ما هو الدعاء الدخول إلى المسجد؟ اللهم افتح لي أبواب رحمتك بسم الله ما هو دعاء العقل؟ اللهم بارك لنا في بدنك لنا وقنا عذاب النار بسم الله ما هو دعاء النوم؟ اللهم باسمك موت وأحيا بسم الله ഷിഫ അൽ ജസീറ പ്രസൻസ് ഖുർആൻ റെസിറ്റേഷൻ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മഹത്തരമായ വരികൾ നിഷ്കളങ്കരായി കുഞ്ഞുങ്ങളിലൂടെ തന്നെ നിർഗളിക്കുമ്പോൾ നമ്മൾ മറ്റേതോ ലോകത്തിലൂടെ കടന്നു പോവുകയാണ്. അനിർവചനീയമായ അതിന്റെ ആശയസമ്പുഷ്ടമായ ലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരെയും. സാറാസ് പ്രസന്റ് സൗദി വാർത്തകൾ ബ്രീഫ്. ഫ്രണ്ട്സ് ക്രിയേഷൻസ് ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ റിയാദിലെ മത സാമൂഹിക രംഗങ്ങളിലും ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു. റിയാദിലെ വിവിധ മദ്രസകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 12 പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ഇബ്രാഹിം സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി ഫ്ലവർ ഫ്ലീരിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമീർ ചെറുകോട്, ജിദ്ദ, നാസർ അബൂബക്കർ, റഹ്മത്തുള്ള, സുഫിയാൻ അബ്ദുസലാം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അറബ് കോ രാമചന്ദ്രൻ, സൂരജ് പാണയിൽ, ബിനോയ് ചന്ദ്രൻ, സജി ജോസ്, ഉമ്മർ കുൾട്ടക്ക്, മുജീബ് ലുലു, മജീദ് ചിങ്ങോലി, VM അഷ്റഫ്, സലീം അൽമദീന, മിർഷാദ് ബക്കർ, അജ്മൽ PV തുടങ്ങിയവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ലിങ്ക് പേനയുടെ ഉപഹാരങ്ങൾ മാനേജിംഗ് ഡയറക്ടർ അമീർ ചെറുകോടും ബാഹുർ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക സമ്മാനങ്ങൾ PC മുജീബ് റഹ്മാനും സമ്മാനിച്ചു. റിയാദിലെ ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന മുനീബ് പാഴൂർ, ഡോക്ടർ അബ്ദുൽ അസീസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഷെയ്ഖ് മുജീബ്, നവാസ് വെള്ളിമാടുകുന്ന് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എംബർ പെർഫ്യൂംസ് മാനേജർ ബാബു ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സബീന എം സാലിയുടെ വാക്കിനുള്ളിലെ ദൈവം എന്ന കാവ്യസമാഹാരം പ്രകാശനം ചെയ്തു. ഗൾഫ് തല പ്രകാശനമാണ് റിയാദിൽ യുവകലാ സാഹിതി സൗദി ഘടകം സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നത്. അല്ലാലിയ പ്രിൻസിപ്പൽ ഷാനു തോമസ്, മാധ്യമപ്രവർത്തകൻ ഇനാമുർ റഹ്മാന് കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സൂഫി ദർശനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രണയത്തിന്റെ ഒരുതരം ആത്മീയതയാണ് ഈ കാവ്യസംഹാരത്തിന്റെ പ്രത്യേകതയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജയചന്ദ്രൻ നെരുവമ്പ്രം പറഞ്ഞു. മനുഷ്യന്റെ നാവുകൊണ്ട് ഇന്നേവരെ ഉച്ചരിച്ച് തിന്മയാകാത്ത വാക്കുകൾക്കാണ് ദൈവഛായുള്ളതെന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന പരിഭാവനതയാണ് പുസ്തകത്തിന്റെ ശീർഷകം പോലും സൂചിപ്പിക്കുന്നതെന്ന് ഷാനു തോമസ് വ്യക്തമാക്കി. ജോസഫ് അതിരിങ്കൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് റിയാദ് ഘടകത്തിന്റെ 11ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. സൗദി ബ്രിട്ടീഷ് ബാങ്ക് ഗ്ലോബൽ ബാങ്കിംഗ് മേധാവി അരുൺ ഹരി, അലിയാസ്മിൻ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ റഹ്മത്തുള്ള എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് സാംസണെ ആദരിച്ചു. അന്തരിച്ച ONV കുറുപ്പിന് സ്മരണാഞ്ജലിയായി പ്രത്യേക ദൃശ്യകലാരൂപം പ്രദർശിപ്പിച്ചു.
വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ജോർജ് ഫെർണാണ്ടസ് പ്രസിഡന്റ്, രാധാകൃഷ്ണൻ രായറോത്ത് സെക്രട്ടറി, പ്രസാദ് കുമാർ നമ്രത്ത് ട്രഷറർ എന്നിവരെ മുഖ്യ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊട്ടേറെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. മാധ്യമ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും വാർത്ത തയ്യാറാക്കുന്നതിനായി സാമൂഹ്യ സംഘടനാ പ്രതിനിധികളെയും ബിസിനസ് സ്ഥാപനങ്ങളുടെ മീഡിയ കോർഡിനേറ്റർമാരെയും പരിശീലിപ്പിക്കുന്നതിനുമായി റിയാദ് മീഡിയ ഫോറം സംഘടിപ്പിച്ച ശില്പശാല ശ്രദ്ധേയമായി. റമാദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നാസിർ കാരന്തൂർ അധ്യക്ഷത വഹിച്ചു. ഉബൈദ് ഉദ്ഘാടനം ചെയ്തു. അച്ചടി മാധ്യമങ്ങളിലേക്ക് വാർത്ത നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് VJ നസ്രുദ്ദീനും ദൃശ്യങ്ങളും വാർത്തകളും നൽകുന്നതിന് എങ്ങനെയെന്ന വിഷയത്തെക്കുറിച്ച് റബി മുഹമ്മദും ക്ലാസ് എടുത്തു. നജീം കൊച്ചുകൊലുങ്ക് ആമുഖ പ്രഭാഷണം നടത്തി. പല സംഘടനകളുടെയും ജീവകാരുണ്യ വാർത്തകൾ എന്തുകൊണ്ട് തമസ്കരിക്കപ്പെടുന്നു എന്ന സദസ്സിന്റെ ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം നൽകുവാൻ മാധ്യമപ്രതിനിധികൾക്ക് സാധിച്ചു. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫർസീൻ വേങ്ങാട്, ഫാത്തിമ ബഷീർ, ചിത്രകാരി ഫാത്തിമ ജവാഹിർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലുലു, സിറ്റി ഫ്ലവർ, അൽമദീന, മലബാർ ഗോൾഡ് എന്നീ ബിസിനസ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടന്ന പരിപാടി ലക്കി കുടുംബ നറുക്കെടുപ്പും സമ്മാനദാനവും നടന്നു. സംഘടനാ പ്രതിനിധികളുടെ സംശയങ്ങൾക്ക് ഇനാമുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പ്രസിഡിയം മറുപടി നൽകി. ആഷ്റഫ് വേങ്ങാട്, ഷക്കീബ്, ബഷീർ പാങ്ങോട്, സുലൈമാനൂരകം, ഷംനാദ്, ഗഫൂർ മാവൂർ, റഷീദ് കാസിമി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സഫ മക്ക പ്രസൻസ് റമദാനിനെ നെഞ്ചേറ്റിയ വിശ്വാസി സമൂഹത്തിനായി സമർപ്പിക്കുന്നു ഭക്തിസാന്ദ്രമായ ഈ ഡിവോഷണൽ സോങ്. പള്ളി മിനാരമുണർന്നു, തക്ബീർ വാനിലുയർന്നു, ഈന്തപ്പനകൾ ദൂരെ തൗഹീദിൻ വിളി കേട്ടു. പുണ്യനിലാവ് തെളിഞ്ഞു, റംസാൻ വരവ് പറഞ്ഞു. ലൈലത്തുൽ ഖദ്റിന്റെ രാവുകൾ മണ്ണിലണഞ്ഞു. തൗബയിൽ നെഞ്ചു പിടഞ്ഞു, തൗബയിൽ നെഞ്ചു പിടഞ്ഞു. യാ ചിന്തയിൽ ദൂതരുണർന്നു, സയ്യിദ് ശംസുൽ തങ്ക സിറാജ മഹ്മൂദേ, നൂറുൽ ഹുദാവേ മുത്ത് ഹബീബേ സ്വല്ലല്ലാഹ്, അഷ്റഫുൽ ഖൽഖി ഖൽബിൻ നിധിയേ സ്വല്ലല്ലാഹ്, ഹാക്കിം നബിയേ സ്വല്ലല്ലാഹ്, ഹാഷിം നബിയേ സ്വല്ലല്ലാഹ്, യാസീൻ നബിയേ സ്വല്ലല്ലാഹ്, യാസീൻ നബിയേ സ്വല്ലല്ലാഹ്. ലോകയാത്രയിലെന്നും ത്വാഹ ഗുരുവിൻ്റെ പാതകൾ തേടി, ഇഹലോകയാത്രയിലെന്നും ത്വാഹ ഗുരുവിൻ്റെ പാതകൾ തേടി. ഇരവും പകലെന്നും മുന്നിൽ ചേരുമ്പോൾ അഹദേ എന്നുള്ളിൽ നീ മാർഗമാകല്ലാഹ്, നീ മാർഗമാകല്ലാഹ്, നീ കാവലാവല്ലാഹ്, നീ കാവലാവല്ലാഹ്.
തിരുനോമ്പിൻ പുണ്യങ്ങൾ നേടാൻ എൻ്റെ കൽവിൻ്റെ ഭാരങ്ങൾ നീക്കാൻ. തിരുനോമ്പിൻ പുണ്യങ്ങൾ നേടാൻ എൻ്റെ കൽവിൻ്റെ ഭാരങ്ങൾ നീക്കാൻ. സമതേ നിന്നോടായി തിരുകൈ നീട്ടുമ്പോൾ കരയും നീ കണ്ണിൽ നീ കാഴ്ചയാകല്ല, നീ കാഴ്ചയാകല്ല. നീ സ്നേഹമാകല്ല, നീ സ്നേഹമാകല്ല. പള്ളി മിനാരമുണർന്നു, തക്ബീർ വാനിലുയർന്നു, ഈന്തപ്പനകൾ ദൂരെ തൗഹീദിൻ വിളി കേട്ടു. പുണ്യനിലാവ് തെളിഞ്ഞു, റംസാൻ വരവ് പറഞ്ഞു. ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ മണ്ണിലണഞ്ഞു, തൗബയിൽ നെഞ്ചു പിടഞ്ഞു, തൗബയിൽ നെഞ്ചു പിടഞ്ഞു. യാ ചിന്തയിൽ ദൂതരുണർന്നു, സയ്യിദി ശംസുലി തങ്ക സിറാജ മഹ്മൂദേ, നൂറുൽ ഹുദാവേ മുത്ത് ഹബീബേ സ്വല്ലല്ലാഹ്. അഷ്റഫുൽ ഖൽഖേ ഖൽബിൻ നിധിയേ സ്വല്ലല്ലാഹ്. ഹാഷിം നബിയേ സ്വല്ലല്ലാഹ്, ഹാക്കിം നബിയേ സ്വല്ലല്ലാഹ്, യാസീൻ നബിയേ സ്വല്ലല്ലാഹ്, യാസീൻ നബിയേ സ്വല്ലല്ലാഹ്. നൂറുൽ ഹുദാവേ മുത്ത് ഹബീബേ സ്വല്ലല്ലാഹ്. അഷ്റഫുൽ ഖൽഖേ ഖൽബിൻ നിധിയേ സ്വല്ലല്ലാഹ്. സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്പോറ ഓൺ ഫോക്കസ് ഇവിടെ സമാപിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വിലാസം friendscreations@live.com, മൊബൈൽ 00966 050 94009672.